വളരെ ഡീപ്പായിട്ടുള്ള ഫീമെയിൽ തോട്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണ് ബാഡ് ഗേൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അഞ്ജലി ശിവരാമനാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഈ ഒരു രമ്യ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ടീനേജ് ടു ലേറ്റ് 20s വരെയുള്ള രമ്യയുടെ ലൈഫ് വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ബാഡ് ഗേൾ. സോ ഒരു സർക്കാസ്റ്റിക് വേയിലാണ് ഈ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നതും സിനിമ ഡിസ്കസ് ചെയ്യുന്ന ഡീപ്പായിട്ടുള്ള റെസ്ട്രിക്റ്റീവ് എൻവയൺമെൻറ്റിൽ അകപ്പെട്ടു പോകുന്ന ഒരു ടീനേജ് ഗേളിൻ്റെ കഥയാണിത്. സോ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന പെൺകുട്ടികളുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റോറി. തൻ്റെ ആക്ഷൻസ് കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യാതെ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി അതിൽ സർവൈവ് ചെയ്യുന്നത്, ഇത്രയും റെസ്ട്രിക്റ്റീവ് എൻവയൺമെൻറ്റിൽ വളർന്നു വന്ന് ഫ്രീഡം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എന്തൊക്കെയാണ് സ്ട്രഗിൾസ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെ പറയുന്ന ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ് ബാഡ് ഗേൾ. വളരെ ബോൾഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് കൂടിയാണ്. സോ ഒരു സിനിമ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആവുന്നത് ആക്ടിങ് പെർഫോമൻസ് ആ ഒരു സൈഡിലാണ്. അഞ്ജലി ശിവരാമൻ എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസിൻ്റെ ഒരു നല്ലൊരു ഗംഭീര പെർഫോമൻസ് ഈ ഒരു മൂവി ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൂടെ തന്നെ വർഷ ഭരത് എന്ന് പറയുന്ന ഫീമെയിൽ ഡയറക്ടറിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് ഒരു വിജയമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഒഴിച്ചു നോക്കിയാൽ ബാക്കിയൊന്നും കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നെഗറ്റീവായി തോന്നിയില്ല. അതുപോലെ തന്നെ ഈ ഒരു അമ്മയുടെ ക്യാരക്ടർ ശാന്തിപ്രിയ ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ പെർഫോമൻസും എടുത്തു പറയേണ്ട ഒന്നാണ്. സോ വളരെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഒരു ഗേൾസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗേളിൻ്റെ മൈൻഡിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു മൂവി ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു മെൻ്റൽ സ്ട്രഗിൾസ് നേരിടേണ്ടി വരേണ്ടത്, ഇങ്ങനെ സൊസൈറ്റൽ ബിലീവ്സിന് എതിരായി ജീവിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും, അതിൽ നിന്നൊക്കെ കടന്നു വന്ന് എങ്ങനെയാണ് ഈ ഒരു ഫ്രീഡം എങ്ങനെയാണ് അറ്റൈൻ ചെയ്യുന്നത്, ഈ ഒരു റെസ്ട്രിക്റ്റീവ് എൻവയൺമെൻറ്റിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാം എന്നുള്ള സംഭവങ്ങളൊക്കെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒത്തിരി മൊമെൻറ്റ്സ് ഉള്ള ഒരു മൂവിയാണ് ബാഡ് ഗേൾ. സോ നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഇങ്ങനെയുള്ള മൂവീസ് കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ബാഡ് ഗേൾ. ഇതുപോലെ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.